ലിജോയോട് ഞാൻ പറഞ്ഞത് ശരിയാവുമല്ലോ, അപ്പം എന്തായാലും പിന്നെ ലിജോ സെലക്ട് ചെയ്ത് കറക്റ്റായിരുന്നു. പിന്നീട് അഭിപ്രായങ്ങളോട് എനിക്ക് അനുഭവമായിട്ട് രാജാവിൻ്റെ വേഷമാണ് ചെയ്തത്. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ലാൽ സാറുമായിട്ടുള്ള അപ്പം ഞാനത് ആ ഇടയ്ക്ക് ഒരു സമയം കിട്ടിയപ്പോൾ കണ്ട് ചോദിക്കുകയൊക്കെ ചെയ്തു. എന്നോട് പറഞ്ഞു നല്ല കുഴപ്പമില്ല, നല്ല മോനെന്ന് പറയാം. സത്യസന്ധമായ ലാൽ ശൈലിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു മുന്നോട്ടുള്ള ഇനിയും കഥാപാത്രമാകാനുള്ള നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രസൻറ്റിൽ നിൽക്കുന്ന ആളും ഞാനാണെങ്കിൽ മാനുവലി വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. ബേസിക്കലി ഇപ്പോൾ കുട്ടികളെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി അവർ ആശ്രയിക്കുന്നുണ്ട്. അവർ കൂടുതലും അവർക്ക് വരെ ഇൻസ്പയർ ചെയ്യുന്നത് ഡിജിറ്റൽ ഫോമിലുള്ള ഇമേജുകളാണ് കൂടുതൽ. അത് നോക്കിയാണ് അവരത് കോപ്പി ചെയ്ത് വരയ്ക്കുന്നത്. നമ്മുടെ ലാൽ സാർ, മോഹൻലാൽ സാർ കലയും ഇങ്ങനെയുള്ള രചനകളൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയിൽ കൂടെ എങ്ങനെയായിരുന്നു? ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കൗമാര കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴേ നമ്മളെക്കുറിച്ച് ഇൻസ്പയർ ചെയ്ത, സന്തോഷിപ്പിച്ച, ആനന്ദിപ്പിച്ച, എന്താ പറയുന്നത്, അതിനൊരു ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ ലാൽ സാറെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും ക്ലോസിൽ അങ്ങനെ വന്ന് ഒരു സംസാരിക്കാനോ അങ്ങനൊരു ഉൾപ്പെടുന്ന ആ ഒരു വലിയ ടീമിൻ്റെ ഭാഗമാകാനോ ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഭയങ്കര രസകരമായിരുന്നു. വലുവൻ ചെയ്യുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഈ ടൈറ്റിലിങ്ങിൻ്റെയും സ്റ്റോറി ബോർഡിൻ്റെയൊക്കെ വർക്കിനിടയ്ക്ക് യാദൃശ്ചികമായിട്ടാണ് ലിജോ പറഞ്ഞ ഒരു ചെറിയൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന, ഒരു ചെറിയൊരു റോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്താണ് അങ്ങനെ ഒരു എന്നിലേക്ക് എത്തുന്ന എൻ്റെ രൂപം, എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഘടനയൊക്കെ വെച്ചിട്ടായിരിക്കും ആ കഥാപാത്രത്തിലേക്ക് എത്തിയെന്ന് എനിക്ക് പിന്നെ അത് ചിന്തിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അതിനകത്തൊരു റോൾ ചെയ്തു. അത് ലാൽസാം വരുന്ന ഒരു ഫ്രെയിമിൽ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് നടന്നത് രാജസ്ഥാനിൽ വെച്ചാണ്. അതിൻ്റെ ഷൂട്ട് രാജസ്ഥാനിൽ വെച്ചായിരുന്നല്ലോ അതിൻ്റെ ഇതിൻ്റെ ഷൂട്ടിങ്. ടൈറ്റിലിങ് അല്ലെങ്കിൽ എൻ്റെ ഡിസൈനിങ് ഒരു മേഖലയിലേക്ക് പ്രവർത്തിച്ച് എനിക്ക് അങ്ങനെ ഒരു ആക്ടിങ്ങിൻ്റെ ഒരു സ്പേസിലേക്കും ലിജോ സെലക്ട് ചെയ്യുന്നതും അങ്ങനെ ചെയ്യുന്നതും ഒക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ലാൽ സാർ പറയുന്ന ഒരു ഫ്രെയിമിലൊക്കെ നമ്മളിന്ന് ഉൾപ്പെടുക, വലിയൊരു ക്രൂവിനകത്ത് ഞാനൊരു കഥാപാത്രമായിട്ട് മാറുന്ന ആ നിമിഷം ഞാനൊരു പെയിൻറ്റർ എന്ന നിലയിൽ ഞാനൊരു ആക്ടറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. അപ്പം കഥാപാത്രമായിട്ട് മാറുമ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കഥകൾക്ക് ഇല്ലസ്ട്രേഷൻ ചെയ്യും, കഥകൾക്ക് വരയ്ക്കും, കഥകൾക്ക് ചിത്രങ്ങൾ വരയ്ക്കും. അപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പം കഥാകാരൻ ഉദ്ദേശിച്ച എലമെൻസിനെ നമ്മൾ ചിത്രരൂപത്തിൽ വരയ്ക്കുന്നു. അപ്പം അതിൻ്റെ തന്നെ വേറൊരു വേർഷൻ പോലെ ഞാൻ അതിനെ കണ്ടത്. സംവിധായകൻ്റെ കഥാപാത്രമായിട്ട് ഞാനൊരു കഥാപാത്രമായിട്ട് ഞാനൊരു ഇല്ലസ്ട്രേഷനായിട്ട് മാറുമ്പോൾ അപ്പോൾ എത്രത്തോളം ഇമോഷൻസ് അതിലേക്ക് ഷെയർ ചെയ്തെങ്കിലേ അതിൻ്റെ ഭാഗമാകാനും അതിൻ്റെ ഒരു മൊത്തമുള്ളൊരു ഹാർമണി വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത്. കഥാപാത്രമായപ്പോൾ എനിക്ക് പ്രത്യേക ഒരു അനുഭവമായിട്ട് തോന്നിയത്. ലിജോയോട് ഞാൻ പറഞ്ഞത് ശരിയാവുമല്ലോ, അപ്പം എന്തായാലും പിന്നെ ലിജോ സെലക്ട് ചെയ്ത് കറക്റ്റായിരുന്നു. പിന്നീട് അഭിപ്രായങ്ങളോട് എനിക്ക് അനുഭവമായിട്ട് രാജാവിൻ്റെ വേഷമാണ് ചെയ്തത്. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ലാൽ സാറുമായിട്ടുള്ള അപ്പം ഞാനത് ആ ഇടയ്ക്ക് ഒരു സമയം കിട്ടിയപ്പോൾ കണ്ട് ചോദിക്കുകയൊക്കെ ചെയ്തു. എന്നോട് പറഞ്ഞു നല്ല കുഴപ്പമില്ല, നല്ല മോനെന്ന് പറയാം. സത്യസന്ധമായ ലാൽ ശൈലിയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഏറ്റവും വലിയൊരു മുന്നോട്ടുള്ള ഇനിയും കഥാപാത്രമാകാനുള്ള എന്തായാലും ആഗ്രഹത്തിന് അല്ലെങ്കിൽ അതുകൊണ്ടൊരു മോട്ടിവേഷൻ. എന്തായാലും തുടർന്നും അങ്ങനെയുള്ള അവസരങ്ങൾ ഒത്തിരി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരിമിതിക്കൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു ആക്ടിങ് മേഖല അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ, ആ ഒരു ശൈലി എന്നുവെച്ചാൽ നമ്മൾ വരയിൽ നിന്ന് അതിൻ്റെ ഒരു ഡിഫറൻ്റ് ആണല്ലോ. ആക്ടിങ് എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായൊരു അനുഭവമാണല്ലോ. അത് എനിക്കത് ആ ഒരു കഥാപാത്രം ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടി. അത് രസമാണ്. കണ്ടത് നിജം, കാണാതത് പൊയ്. ആശാൻ കണ്ടതൊക്കെ പൊയ്യാ, ഇപ്പൊ നടക്കാൻ പോണത് നിജം. ഏത് നിജം ഏത് പൊയ്യെന്ന് എന്റെ ഗത നിന്നെ പഠിപ്പിക്കും. കേളു, നിന്റെ ഗത അവന്റെ തല തകർക്കുന്ന എനിക്കൊന്ന് കാണണം. ഓരോ ആക്ടേഴ്സും എടുക്കുന്ന സ്ട്രെയിനും അവരെന്തുമാത്രമാണ് ഒരു കഥാപാത്രമായി മാറാൻ രൂപപ്പെടാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ പഠിക്കാൻ നമുക്കത് സ്പേസ് വന്നപ്പോഴാണ് അത് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നിരന്തരം ഓരോരോ കഥാപാത്രങ്ങളായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രക്രിയ, നമ്മളൊരു സിനിമ കണ്ട് തീരുമ്പം മനസ്സിൽ കഥാപാത്രം നിലനിൽക്കുമ്പോഴേ ആ ആർട്ടിസ്റ്റ് എടുക്കുന്ന എഫേർട്ട് ഗംഭീരമാണ്.
പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലുള്ള ലെജൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ്. ഇതെല്ലാം ഓരോ സ്റ്റഡി നമുക്ക് ഓരോ ഒരു ചലച്ചിത്ര വിദ്യാർത്ഥിക്കും ആക്ടിങ്ങിന് ഇപ്പം ഇറങ്ങുവാണെങ്കിൽ ഓരോ ആക്ടേഴ്സിൻ്റെയും ആക്ടിങ് സ്കൂളുകളാണ് ഓരോന്നും. അവരാർജിച്ച അവരുടെ അതിതീക്ഷ്ണമായ വഴിയുടെ ഭാഗമാണ്. ഇത്രയും കാലഘട്ടത്തിലെ ഒരു ജീവിതത്തിനിടയിൽ ഒരു ചിത്രകാരൻ എന്ന നിലയിൽ സാറ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഫിലിം മേക്കിങ്ങും അനിമേഷനും 3D പോലെയുള്ള മാധ്യമങ്ങളൊക്കെ വച്ചിട്ടുള്ള വർക്ക് സാർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഡിജിറ്റൽ ആർട്ടും തനതായ ആർട്ടും തമ്മിലുള്ള ഇപ്പോഴുള്ള ഒരു അന്തരം. ഇപ്പോൾ കുട്ടികൾ സാറ് പറഞ്ഞ പോലെ ഈ കാർട്ടൂണിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു കുട്ടിക്കാലം ഇപ്പോൾ ഉണ്ടെന്ന് സാറ് നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് പ്രകൃതിയിലേക്ക് അടുക്കാനും അതേപോലെ ഈ വരകൾ മാനുവലായിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു രീതിയിൽ നിൽക്കുകയും അതേസമയം തന്നെ ഡിജിറ്റലായിട്ടുള്ള മീഡിയങ്ങളിലേക്ക് പോകുന്നതും തമ്മിൽ അത് എങ്ങനെ അത് ബാലൻസ് ചെയ്ത് പോകണമെന്നായിരിക്കും സാറിൻ്റെ ഒരു അഭിപ്രായം? നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രസൻറ്റിൽ നിൽക്കുന്ന ആളും ഞാനാണെങ്കിൽ മാനുവലി വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. ബേസിക്കലി ഇപ്പോൾ കുട്ടികളെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി അവർ ആശ്രയിക്കുന്നുണ്ട്. അവർ കൂടുതലും അവർക്ക് വരെ ഇൻസ്പയർ ചെയ്യുന്നത് ഡിജിറ്റൽ ഫോമിലുള്ള ഇമേജുകളാണ് കൂടുതലും. അത് നോക്കിയാണ് അവരത് കോപ്പി ചെയ്ത് വരയ്ക്കുന്നത്. ഡിജിറ്റൽ ഫോംസിന് മെറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് എന്തോ ആയിക്കോട്ടെ. അവർക്ക് വേറെ ഒരാൾ ഇൻ്റർപ്രറ്റ് ചെയ്ത ഒരു ഫോമാണ് അവർ അനുകരിക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ഫോം നമ്മളൊരു പൂച്ച വരയ്ക്കുകയോ അല്ലെങ്കിൽ എലിയെ വരയ്ക്കുകയോ ഒരു ലൈവായിട്ടൊരു ക്യാരക്ടറിനെ കണ്ടിട്ട് അവരുടെ ഇമാജിനേഷനിൽ ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് വേറൊരാൾ വരച്ച ഇമേജിന് കാർട്ടൂൺ ഫോംസിനെ വരയ്ക്കുമ്പോൾ അവർ ആ പരിമിതിയിൽ ഒതുങ്ങുകയാണ്. അതിൻ്റെ രൂപഘടനയിൽ അവർക്ക് അവരുടേതായ സംഭാവനകൾ ചെയ്യാനുള്ള ഒരു പരിമിതി നിലനിൽക്കുന്നു. സാങ്കേതികത്വം വരുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇപ്പം പുതിയ ടെക്നോളജി ആണെങ്കിൽ മനുഷ്യൻ്റെ ചിന്തയുടെയും നമ്മുടെ ഡെവലപ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് നിൽക്കുകയാണ്. അപ്പം നമ്മൾ പുതിയ കൃത്രിമമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മളെല്ലാം ആർജിച്ച് വെച്ച് തന്നെ എല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു സ്പീഷ്യസിനെ ഉണ്ടാക്കിയ പോലെയാണ് ഇപ്പോൾ. ആ സ്പീഷ്യസ് ആലോചിക്കണം ഇനി നമ്മളെങ്ങനെ ചിന്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അതിന് ജോലി ഉത്തരവാദിത്തം കൊടുക്കുക. നമ്മുടെ ചിന്തയ്ക്ക് നമ്മൾ പരിധി കൊടുക്കുക. നമ്മുടെ സ്പീഡിന് പരിധിയായി, നമ്മൾ പോകുന്ന സ്പീഡ് നമ്മുടെ യന്ത്രങ്ങൾക്ക് പരിമിതിയായോ? അങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ കണ്ടുപിടുത്തങ്ങൾക്ക് ലിമിറ്റേഷനായോ? പുതിയ രോഗപരിഹാര മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് പരിധിയായോ? അതോ കടന്നു അതിനെല്ലാം ഒരു ടേണിംഗ് പോയിന്റ് നിൽക്കുകയാണ്. അത് ഇനിയിപ്പോൾ പുതിയ ടെക്നോളജി പറയുകയാണ് അങ്ങനെ അത് ഇങ്ങനെ ആയിക്കൊള്ളാം, അങ്ങനെ ആയിക്കൊള്ളാം. പക്ഷെ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരു സംവേദനത്തിൻ്റെ പ്രശ്നമുണ്ട്. സ്മെല്ല് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രീത്തിങ്, നമുക്കൊരു ഓർഗാനിക്കായിട്ടുള്ള ഫോംസ് നമുക്കുണ്ടല്ലോ. ഒരാൾ വരയ്ക്കുമ്പോൾ അതിനകത്ത് ഇമോഷൻസ് ആണല്ലോ നമുക്കിപ്പോൾ ബ്രേക്കിംഗ് ആയി, എക്സ്പ്രഷൻസ്. ബാക്കിയെല്ലാം നമുക്ക് പെർഫെക്ഷനൊക്കെ ഏകദേശം കൊണ്ടുവരാൻ പറ്റും. ക്വാളിറ്റി എക്സ്പ്രഷൻസ്, നമ്മുടെ ടു ഐ കോണ്ടാക്റ്റ് അങ്ങനെ പറയുന്നൊരു കാര്യമാണ്. ജൈവികത എത്രത്തോളം ഈ വരുന്ന ആർട്ട് ഫോമിൽ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞത്, കുറേ കൂടി ബേസിക് ആയിട്ടുള്ള സ്റ്റഡി, നേച്ചർ സ്റ്റഡി, ഹ്യൂമൻ സ്റ്റഡി, അങ്ങനെയുള്ള ബേസിക് സ്റ്റഡി ആർജിച്ചിട്ട് അതിൽ നിന്നും അവരവരുടെ ക്രിയേറ്റിവിറ്റി പുതിയ ഇമേജുകൾ ഉണ്ടാക്കട്ടെ. ബേസിക് പഠനം ആവശ്യമാണ്. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഒരു കണ്ടുപിടുത്തങ്ങൾ, നമ്മുടേതായ കാഴ്ചപ്പാടുകൾ, നമ്മുടേതായ ഒരു മൗലികത അതിൽ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ കൈകൊണ്ട് വരയ്ക്കുന്നതിനും പ്രകൃതിയെ കണ്ട് വരയ്ക്കുന്നതിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്നർ മൈൻഡ്സിനെ ഉണർത്താനായിട്ട് കൂടുതൽ സാധിക്കുമായിരിക്കും. അതാണ് സാർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആർട്ടിസ്റ്റ് പ്യുവർ ആർട്ട് വർക്ക് നമ്മളെ എത്രത്തോളം കൊണ്ട് ചെയ്യുന്നു എന്ന് നമുക്കൊരു ഫീല് തരുന്നു. ഡിജിറ്റൽ ഫോമിൽ ഉണ്ടാക്കിയ ഒരു ആർട്ട് വർക്ക് നമ്മൾ ഒരിടത്ത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. രണ്ടിലും ഏതാണ് നമുക്ക് സന്തോഷം തരുന്നതെന്ന് മാത്രമുള്ള ഉത്തരം. അത് ഇനി എത്ര കാലങ്ങളെടുത്താലും അതിന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ തന്നെ. അതിന് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിന് വാട്ടർ കളർ, ഓയിൽ കളർ, അങ്ങനെ പലതരം നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയത്തിനൊക്കെ വ്യത്യാസങ്ങൾ ഇനി വന്നേക്കാം. പക്ഷേ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാനുവലി ചെയ്യുന്ന വർക്കുകളുടെ ഒരു സ്പേസ് അങ്ങനെ നിലനിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒറിജിനാലിൻ്റെ വാല്യൂ കൂടുന്ന സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്കും തോന്നി സാർ. കാരണം ഇപ്പോൾ ഒരു ഡിജിറ്റൽ യുഗം വന്നു. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഡിജിറ്റൽ പെയിൻറ്റിലേക്ക് ചേക്കേറി. പലരും അത് ഒരു ആവേശത്തോടു കൂടി എടുത്ത് പെർഫെക്ഷൻ്റെ അങ്ങേയറ്റം എന്ന രീതിയിലുള്ള വർക്കുകൾ ചെയ്തു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും പതിയെ ഒറിജിനൽ ആർട്ട്
അവിടെ കുറച്ചും കൂടെ വാല്യൂ എടുത്ത് മുന്നോട്ട് വരുന്ന ഒരു, കാരണം ഡിജിറ്റലാണ്, അങ്ങനെ ഒരു രീതിയിലോട്ടുള്ള, അല്ലെങ്കിൽ ഒരു AI ആണ്, ഒറിജിനൽ അല്ല എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ വന്നതായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒറിജിനൽ ആർട്ടിന് കുറേ കൂടെ ഒരു വാല്യൂ ഇനി വരാൻ പോകുന്നു എന്ന് ഒരു സൂചന തോന്നിയിട്ടുണ്ട് സാർ. അങ്ങനെ പ്രത്യാശിക്കുകയാണ്, അങ്ങനെ ഉണ്ടാവണം. കാരണം എല്ലാത്തിനും അതിൻ്റേതായ സ്പേസ് ലോകത്തുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നൊന്നിനെ ഓവർകം ചെയ്യേണ്ട കാര്യമില്ല. അതിന് എല്ലാത്തിനും അതിൻ്റേതായ ശ്രേണികൾ, ഓരോരോ എലമെൻസിൽ ഡിജിറ്റൽ ആർട്ടിന് അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ടല്ലോ. അതെ, അല്ലാതെ മാനുവലായിട്ടിനും അതിൻ്റേതായ. ഇതിനെ മാനുവലിനെ പൂർണ്ണമായിട്ടങ്ങ് തൃണവൽഗണിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാമെന്ന് വിചാരിക്കുന്നത് അർത്ഥശൂന്യമാണ്. അതെ, അത്രയേ ഉള്ളൂ എൻ്റെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. പ്രപഞ്ചം ഇതുപോലെ നിലനിൽക്കുമല്ലേ, അപ്പോൾ ഇത് നിലനിൽക്കുന്ന സംഗതികൾക്ക് നിലനിൽക്കില്ലെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എന്തെല്ലാം മാറ്റങ്ങൾ ഇത് ഈ കാറ്റും വെയിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര ഇതിനെക്കുറിച്ച് പറയുന്നു, ഇതെല്ലാം നിസ്സംഗമായിട്ട് ധ്യാനാവസ്ഥയിൽ പ്രകൃതി, പ്രപഞ്ചം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങളും നമ്മൾ പറയുന്ന ഭയങ്കര റവല്യൂഷണറി ചേഞ്ചസ് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമേഷൻ എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇങ്ങനൊരു സംഭാഷണത്തിന് ഇങ്ങനൊരു സ്പേസ് നമുക്ക് ഒരുക്കിയല്ലോ. ഇത് നമ്മുടെ എല്ലാം മനസ്സുകളുടെ ഒരു കൂട്ടായ്മയും ഒരു യോജിക്കലുമാണ്. നന്ദി അല്ലെങ്കിൽ സ്നേഹമെന്ന് പറഞ്ഞ അങ്ങ് തീർക്കുകയല്ല. ഇതൊക്കെ ഒരു നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏറ്റവും ഹൃദ്യമായ ആനന്ദത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണും ഇങ്ങനെ ഞാൻ പറയുന്നത്. നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളൊരു മീഡിയയിൽ പറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താ പറയുന്നത്, ഏറ്റവും സന്തോഷവും ആനന്ദകരവുമാകട്ടെ. കല അത് എല്ലാവരെയും ആനന്ദകരമാക്കാൻ ഇനിയും കലയുടെ പ്രവാഹം ഒഴുകട്ടെ എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ബ്രില്യൻ്റായ ആർട്ടിസ്റ്റുകളാണ്, അനുഭവത്തിൽ പറയുന്നത്. അവരെല്ലാം അവരുടെ മൗലികതയിലേക്കുള്ള വഴിച്ചാൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അവർക്ക് അവരുടെ നിൻ്റെതായ ഒരെണ്ണം ഉണ്ടാക്കാൻ പ്രാപ്തരാണ്. അവർക്ക് അതിനുള്ള വഴി ഒരുക്കണേ എന്നാണ് എനിക്ക് ഇവിടെ നമുക്ക് മൊത്തമുള്ള നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അതിഗംഭീരമായ വിഷ്വലൈസ് ചെയ്യാനും അതിഗംഭീരമായ ഭാവനയും ഒക്കെ ഉള്ള തലമുറയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ അവരുടെ വഴിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വരയ്ക്കാനും നിറങ്ങൾ വാരി വിതറാനും ഇടയൊരുക്കണം. സാർ, നമ്മുടെ ഈ ഫ്രെയിംസ് ആൻഡ് പിക്സൽസ് മീഡിയയിൽ നമ്മളൊരു ഈ കലയെക്കുറിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ചിത്രരചന, പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, അതുപോലെ ശില്പകല, മ്യൂറൽസ്, അതുപോലെ ക്രാഫ്റ്റ്, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു പുതിയൊരു അധ്യായമാണ് സാറിലൂടെ ഇന്ന് നമ്മളിവിടെ ഓപ്പൺ ചെയ്തത്. ഉദ്യമത്തിൻ്റെ ഭാഗമായി ഇനി വരാനും കൂടെയുള്ള അവസരം ഒരുക്കിയതിലും നന്ദിയുണ്ട്. നന്നായി വരട്ടെ, കാര്യം അത് മുന്നോട്ട് പോട്ടെ. കലയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ കലയുടെ ഈ ഒരു പ്രോസസ്സ് ഒക്കെ പറഞ്ഞ ഈ പ്രോഗ്രാമിൻ്റെ ഒരു രീതി നല്ല രീതിയിൽ നല്ല രീതിയിൽ ആളുകൾ വന്ന് ഇതിലേക്ക് കണക്റ്റ് ആവട്ടെ. സമൂഹത്തിന് ഒരു ഗുണകരമാകുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്കും എല്ലാം പ്രയോജനമാകുന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്താൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു ഉദ്യമത്തിലേക്ക് നമ്മോടൊപ്പം അന്ന് സഹകരിച്ചതിന് ഏറ്റവും അധികം സാറുമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കണം. മാത്രമല്ല, നമുക്ക് ഒരുമിച്ച് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി.